ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. 20-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വട്ടമേശ സമ്മേളനങ്ങൾ 1930 മുതൽ 1932 വരെയാണ്. 1930 മുതൽ 1932 വരെ. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം ലണ്ടനിൽ വെച്ചാണ് വട്ടമേശ സമ്മേളനം നടന്നത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1930. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന എന്നാണ് 1930. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ ആരെല്ലാമാണ്? തേജ് ബഹദൂർ സാപ്രു, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന. തേജ് ബഹദൂർ സാപ്രു, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന എന്നീ 3 പേരാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചതാര്? റാംസെ മാക്ഡൊണാൾഡ് ആണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത്. റാംസെ മാക്ഡൊണാൾഡ്. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമെന്നാണ്? 1931. രണ്ടാം വട്ടമേശ സമ്മേളനം 1931. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനം 1931. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം. സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജിയും സരോജിനി നായിഡുവും പങ്കെടുത്തത്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് ആര്? മദൻ മോഹൻ മാളവ്യ. ഗാന്ധിജിയുടെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ ഉപദേഷ്ടാവ് ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമെന്താണ്? ഗാന്ധി ഇർവിൻ സന്ധിയുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ സന്ധി. 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ സന്ധിയുടെ ഫലമായിട്ടാണ് ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആണ് 1930 ഒന്നാം വട്ടമേശ സമ്മേളന സമയത്തെ വൈസ്രോയി. രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭു. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭു. പ്രധാനമായും 3 വട്ടമേശ സമ്മേളനങ്ങളാണ് ഉള്ളത്. 1930, 1931, 1932. ഗാന്ധിജി സരോജിനി നായിഡുവും പങ്കെടുത്ത ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ. പുത്രിക രാജപദവി ഉടൻ നൽകണമെന്ന ഗാന്ധിജിയുടെ ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ പരാജയപ്പെട്ടുപോയ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച കാര്യമെന്താണ്? പുത്രിക രാജപദവി ഉടൻ നൽകണം. അത് വട്ടമേശ സമ്മേളനത്തിൽ നിരാകരിക്കപ്പെട്ടപ്പോൾ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനം ബഹിഷ്കരിച്ചു. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1932. 1932 മൂന്നാം വട്ടമേശ സമ്മേളനം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം ഏതാണ്? മൂന്നാം വട്ടമേശ സമ്മേളനം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായ വട്ടമേശ സമ്മേളനം ഏതാണ്? മൂന്നാം വട്ടമേശ സമ്മേളനം. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ എത്തിയ പ്രതിനിധികൾ എത്ര പേരാണ്? 46 പേരാണ് മൂന്നാം വട്ടമേശ സമ്മേളനത്തെ പ്രതിനിധീകരിച്ച് എത്തിയത്. മൂന്നാം വട്ടമേശ സമ്മേളനങ്ങളിലും 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ഇന്ത്യക്കാർ, അതായത് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാർ ആരെല്ലാമാണ്? ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹദൂർ സാപ്രുവും ഡോക്ടർ BR അംബേദ്കറുമാണ് 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തികൾ.
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്താണ് നോക്കാൻ പോകുന്നത്. കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെൻറ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രത്യേകത എന്താണ്? കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെൻറ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. കേന്ദ്രത്തിൽ ദ്വിഭരണത്തിനും വ്യവസ്ഥ ചെയ്തു. പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നീ സ്ഥാപനത്തിന് വ്യവസ്ഥ ചെയ്തു. ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ബർമയെ ഇന്ത്യയിൽ നിന്നും നീക്കം ചെയ്തത്. ക്രിപ്സ് മിഷൻ 1942. ക്രിപ്സ് മിഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ക്രിപ്സ് മിഷൻ്റെ ഡേറ്റ് മിക്കപ്പോഴും പരീക്ഷകളിൽ ചോദിച്ചു വരുന്നതാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയതെന്നാണ്? 1942 മാർച്ച് 22. 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തി. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ് ക്രിപ്സ് മിഷന്റെ ചെയർമാൻ. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെ. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഏതിനെയാണ്? ക്രിപ്സ് മിഷൻ. മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷനെ അംഗീകരിക്കാത്തതിന് കാരണം പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാലാണ്. മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷനെ ബഹിഷ്കരിച്ചു. കാരണം എന്താണ്? പാകിസ്ഥാൻ വാദം അംഗീകരിക്കാതിരുന്നതിനാൽ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത് 1942 ഏപ്രിൽ 12. 1942 ഏപ്രിൽ 12. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ്? 1942. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഹരിജൻ. ഹരിജൻ എന്ന പത്രത്തിലാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത്. ഈ ഹരിജൻ എന്ന് പറയുന്ന പത്രം ആരുടെയാണ്? ഗാന്ധിജിയുടെ പത്രമാണ് ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച്. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതെന്നാണ്? 1942 ആഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 1942 ആഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ആഗസ്റ്റ് 9. 1942 ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷേപം ആരംഭിച്ചു. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന എന്നാണ്? ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയം 1942 ആഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷേപം ആരംഭം 1942 ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടതോടെ ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടതോടെ ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആഗസ്റ്റ് ക്രാന്തി മൈതാനം. ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്താണ്? ഗോവാലിയ ടാങ്ക് മൈതാനമാണ്.
ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്? നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലി. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായിക. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന പ്രമുഖ സംഘടനകൾ മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ 3 സഭകളും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ നിന്നും വേർപെട്ട് നിന്നു. മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ.ബി. മേനോൻ. ഡോക്ടർ കെ.ബി. മേനോനാണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവം കീഴാരിയൂർ ബോംബ് കേസ്. കീഴാരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ്. കീഴാരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ.ബി. മേനോൻ. ഡോക്ടർ കെ.ബി. മേനോൻ. അടുത്തത് ക്യാബിനറ്റ് മിഷൻ 1946. ക്യാബിനറ്റ് മിഷൻ എന്നാണ് 1946. 1946. അധികാര കൈമാറ്റ ചർച്ചകൾ ഇന്ത്യൻ നേതാക്കളുമായി നടത്തിയതാണ് ക്യാബിനറ്റ് മിഷൻ. അധികാര കൈമാറ്റ ചർച്ചകൾ ഇന്ത്യൻ നേതാക്കളുമായി നടത്തിയതിനെയാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ലോറൻസ്, ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. പെഥിക്, ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളായിരുന്നു. ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ശുപാർശ ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കൽ. 1946 ക്യാബിനറ്റ് മിഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? പ്രധാനപ്പെട്ട ശുപാർശ എന്തായിരുന്നു? 1946 ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ എന്തായിരുന്നു? ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കൽ. 1946 വന്ന ഇടക്കാല ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് 1946 വന്ന നേതൃത്വത്തിന് 1946 വന്ന ഇടക്കാല ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ്. 1946 ക്യാബിനറ്റ് മിഷനെ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലിയാണ് ക്യാബിനറ്റ് മിഷനെ നിയമിച്ചത്. ക്യാബിനറ്റ് മിഷനെ നിയമിച്ച പ്രധാന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. 1946 നാവിക കലാപം നടന്നത് ബോംബെ. 1946 നാവിക കലാപം എവിടെയാണ് നടന്നത്? ബോംബെ. നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ HMS താൽവാർ. HMS താൽവാർ ആണ് നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ. നാവിക കലാപം നടന്ന സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. വേവൽ പ്രഭു ആണ് നാവിക കലാപം നടക്കുന്ന സമയത്തെ നടന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും തുടർച്ചയായി വാച്ച് ചെയ്യുകയും വേണം. 10th പ്രിലിംസിനും +2 പ്രിലിംസുകൾക്കും മെയിൻസിനുമെല്ലാം ഉപകരിക്കുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സിലെ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു.